ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ സഭായോഗത്തിൽ നിങ്ങളോടൊപ്പം പങ്കുകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഈ എളിയവനെയും സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ എനിക്ക് പ്രിയരും ബഹുമാനിതരുമായിരിക്കുന്ന സഭയാം കുടുംബത്തിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും വ്യക്തികളായി, കുടുംബമായി, സഭയായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും SOC മിഷണറി സമൂഹത്തിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സഭയാം കുടുംബമായി നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദിവസങ്ങളിലായിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ പ്രിയ സണ്ണിച്ചാനും കുടുംബവും, അതുപോലെ തന്നെ പ്രിയ പ്രസാദ് പാസ്റ്ററും കുടുംബവും, അതുപോലെ സഭയാം കുടുംബത്തിന്റെ ശുശ്രൂഷകളിൽ ചുമല് കൊടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, യാതൊരു ആമുഖവും ഇല്ലാതെ തന്നെ ഇന്ന് പകലിൽ ദൈവ വചന ചിന്തയ്ക്കായി സമയം വേർതിരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ തന്റെ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 16-ാം അധ്യായം, അതിന്റെ 13-14 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. 1 Corinthians chapter 16 verse 13 and 14. 1 കൊരിന്ത്യർ 16-ാം അധ്യായം, അതിന്റെ 13-14 വാക്യങ്ങൾ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഈ അനുഗ്രഹീതമായ ദൈവ വചന ഭാഗത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാം വായിച്ച വേദഭാഗത്ത് പൗലോസ് ശ്ലീഹായുടെ വളരെ പ്രാധാന്യമുള്ള 5 പ്രബോധനങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. ഈ 5 പ്രബോധനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ 4 മുന്നറിയിപ്പുകളും, ഒരെണ്ണം നാം അന്യോന്യം, നാം പരസ്പരം ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. എന്താണ് ഈ 4 മുന്നറിയിപ്പുകൾ എന്ന് ചോദിച്ചാൽ, വളരെ വ്യക്തവും സ്പഷ്ടവും എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്, 1, ഉണർന്നിരിപ്പീൻ; 2, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ; 3, പുരുഷത്വം കാണിപ്പീൻ; 4, ശക്തിപ്പെടുവീൻ. 5-ാമത് നാം പരസ്പരം ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, അല്പസമയം വളരെ ശാന്തമായി ഈ ദൈവവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവമക്കളെ, ഈ ഭാഗം പൗലോസ്ലീഹ വിവരിക്കുമ്പോൾ ഏതൊരു കൽപ്പനയെ പോലെ തന്നെയും വളരെ ഗൗരവമുള്ള
നിലയിലാണ് പൗലോസ് ഇത് പറയുന്നത്. എന്താ? ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഞാൻ ഈ വേദഭാഗത്തിന്റെ ഒരു പദം മാത്രമാണിന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായി താല്പര്യപ്പെടുന്നത്. കാരണം സമയത്തിന്റെ പരിമിതി വളരെ ഉണ്ടല്ലോ. വിശ്വാസത്തിൽ നിലനിൽപ്പി, ആ ഒരു ഭാഗം മാത്രം ഇന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഏതൊരു സഭകളെ സംബന്ധിച്ച് നാം നോക്കിയാലും ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നുപോയാലും ഈ കൊരിന്ത്യ ലേഖനം വിരൽ ചൂണ്ടുന്ന ഒരു ലേഖനമാണ്. ഇന്നത്തെ ആനുകാലിക വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചും ഇന്നത്തെ സഭകളുടെ പോക്ക് എന്ന് ഞാൻ പറയുമ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ വിലകളെ കുറിച്ചും നിലവാരങ്ങളെ കുറിച്ചും ഒക്കെ വളരെ ശക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കാലഘട്ടത്തെ നാം പരിശോധിച്ചാൽ ക്രൈസ്തവ സഭകൾ, വിശ്വാസി സമൂഹം എല്ലാം തന്നെ ദൈവശാസ്ത്രപരമായും തങ്ങളുടെ ദൈനംദിന പ്രായോഗിക വിശ്വാസ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലും ഇന്ന് പ്രതികൂലമായ അവസ്ഥകളിൽ കൂടി, വീഴ്ചകൾ സംഭവിക്കുന്ന അവസ്ഥകളിൽ കൂടിയൊക്കെ ക്രൈസ്തവ സമൂഹം ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ വർത്തമാന കാലത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ കൊരിന്ത് സഭയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുവാനായി താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കൊരിന്ത് സഭ അത് അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിതമായ സഭയാണ് കൊരിന്ത് സഭ. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായും കലാസാംസ്കാരികമായും തത്വശാസ്ത്രപരമായും വാണിജ്യപരമായും ഒക്കെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു പട്ടണമായിരുന്നു ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുമ്പോൾ. അത് തന്നെയുമല്ല, രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ അവരുടെ ദേവിയുടെ ദേവദാസിമാർ കൊണ്ട് അവിടുത്തെ വഴിയോരങ്ങൾ നിറയുമായിരുന്നു. അത് തന്നെയുമല്ല, വിവിധ പട്ടണങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പട്ടണത്തിലേക്ക് അനേകർ കടന്നു വരുന്നത് കൊണ്ട് ഈ പട്ടണത്തിൽ വിവിധ സംസ്കാരങ്ങളുടെ ഒരു ഒത്തുചേരൽ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഈ വിവിധ സംസ്കാരങ്ങളുടെ ഒത്തുചേരലിനാൽ ഈ പട്ടണത്തിൽ എല്ലാവിധമായ ദുർനടപ്പുകളും മ്ലേച്ഛതകളും ഈ കൊരിന്ത് പട്ടണത്തിൽ അന്ന് നിലനിന്നിരുന്നു. പ്രിയമുള്ളവരെ, ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് സകലവിധ ദുർനടപ്പിന്റെയും ഒരു കേന്ദ്രമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു പട്ടണത്തിലാണ് അപ്പോസ്തലനായ പൗലോസിനാൽ ഈ സഭ സ്ഥാപിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നാം
പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 10 വരെ നാം വായിക്കുമ്പോൾ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 വേഴ്സ് 9 to 10 നാം വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വ്യക്തമായ ആലോചനയാലാണ് ആ സഭ അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനുള്ളത്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നു, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അവിടെ ദൈവം പൗലോസിന് വളരെ വ്യക്തമായ വാഗ്ദത്തം കൊടുത്ത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, അങ്ങനെ വ്യക്തമായ ദർശനത്താലും ആലോചനയാലും സ്ഥാപിതമായ ഒരു സഭയായിരുന്നു ഈ കൊരിന്ത് സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ സഭയിൽ സകലവിധമായ ദുർനടപ്പുകളും ദുർമാർഗങ്ങളും രക്ഷതകളും ഒക്കെ നിറഞ്ഞ ഈ പട്ടണത്തിൽ നിന്നുള്ള പോരാട്ടത്തേക്കാൾ, ഈ പട്ടണത്തിൽ നിന്നുള്ള പ്രതിസന്ധികളേക്കാൾ പൗലോസ് നേരിട്ട പ്രശ്നം സഭയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമായി, സഭയ്ക്കുള്ളിലുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു പൗലോസ് നേരിട്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. കാരണം ജനങ്ങൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, അവർ നീതീകരണം പ്രാപിച്ചത് വിശ്വാസത്താലാണ്, അവർ സ്നാനപ്പെട്ടത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 24-ാം വാക്യം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ വിശ്വാസം ഒന്നുമായിരുന്നില്ല അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഈ 1 കൊരിന്ത്യർ 16-ന്റെ നാം ഇന്ന് കുറിവാക്യമായി വായിച്ച ഭാഗത്ത് പറയുന്നത്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലിൽ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ നാം നമ്മളുടെ ജീവിതത്തെ ഈ നാളുകളിൽ ഒന്ന് ശോധന ചെയ്യുവാനായി നാം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു, വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. എന്നാൽ അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ഈ ലേഖനം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ സഭയുടെ നിലനിൽപ്പ് തന്നെ അവിടെ ഭീഷണിയിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വേദപുസ്തകം നന്നായി പഠിക്കുന്നവരാണ്. ഈ വേദപുസ്തകം നന്നായി പഠിക്കുമ്പോൾ ഈ കൊരിന്ത് സഭയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അവിടെയുള്ള വിശ്വാസ സമൂഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. ആ സഭ
എല്ലാ കൃപാവരങ്ങളാലും നിറഞ്ഞ സഭയായിരുന്നു. Praise the Lord. എല്ലാ കൃപാവരങ്ങളും പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്ന സഭയായിരുന്നു. അത് തന്നെയുമാണോ? അന്യഭാഷയിൽ സംസാരിക്കുന്നവരുടെ സഭയായിരുന്നു. പ്രവാചകന്മാരെ തേടി കൊരിന്ത് സഭയ്ക്ക് എങ്ങും പോകേണ്ടി വന്നില്ല. കാരണം ആ സഭയിൽ തന്നെ പ്രവാചകന്മാരുണ്ടായിരുന്നു. അത് തന്നെയുമാണോ? ആ സഭയിൽ തന്നെ ദാർശനികന്മാരുണ്ടായിരുന്നു, ദർശനം ലഭിക്കുന്നവരുണ്ടായിരുന്നു. Praise the Lord. അപ്പോൾ സകല കൃപാവരങ്ങളാലും നിറയപ്പെട്ട സഭ, അന്യഭാഷയിൽ സംസാരിക്കുന്നവരാൽ നിറയപ്പെട്ട സഭ, പ്രവാചകന്മാർ അതിൽ തന്നെ ഉള്ള സഭ, വചനം നന്നായി അറിയാവുന്ന സഭ, പ്രിയമുള്ളവരെ, ദാർശനികന്മാരാൽ നിറയപ്പെട്ട സഭ, പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ, പൗലോസിന്റെ ബൈബിൾ സ്റ്റഡി നിരന്തരം നടന്നിരുന്ന ദൈവസഭ, ആ സഭ, പ്രിയമുള്ളവരെ, അവർ വചനത്തിൽ സമ്പന്നരാണ്, അവർ പരിജ്ഞാനത്തിൽ സമ്പന്നരാണ്. ഹല്ലേലൂയ. അവർ കർത്താവിന്റെ മടങ്ങിവരവ് അവരുടെ സമയത്ത് തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. എമിനന്റ് പറൂസിയ. അവർ കർത്താവിന്റെ മടങ്ങിവരവ് കാണുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. എന്നാൽ അവർ പിന്നത്തേതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവ് മടങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു പെർഫെക്റ്റ് ചർച്ച്, and that church was a glorious church. എന്നാൽ ജീർണതകളിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥ, ആ സഭയോടാണ് പറയുന്നത്. ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷം പോക്കി വിശുദ്ധിയെ തികയ്ക്ക എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, കൊരിന്ത് സഭയിൽ ഇത് സംഭവിച്ചുവെങ്കിൽ നാം ഒക്കെ എത്ര മാത്രമെന്ന് ഇന്ന് പകലിൽ നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ കൊരിന്ത്യ ലേഖനത്തിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് വിശുദ്ധിയാണ്. അവർ ആ വിശുദ്ധീകരണം, അതായത് ദൈനംദിന ജീവിതത്തിലെ ആ വിശുദ്ധീകരണം അവർ മറന്നുപോയി. ഹല്ലേലൂയ. നാം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ആ 12-ാം വാക്യത്തിന് ഇതുമായി നേരിട്ട് ഒരു ബന്ധമുണ്ട്. എന്താ 1 കൊരിന്ത്യർ 10:12 പറയുന്നത്? 1 കൊരിന്ത്യർ 10:12 വളരെ വ്യക്തമായി പറയുന്നു, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ പകൽക്കാലം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആരും സുരക്ഷിതരല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പൗലോസ്ലീഹ എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവരാൽ നിറയപ്പെട്ട സഭ, പ്രവാചകന്മാരാൽ നിറയപ്പെട്ട സഭ, ദാർശനികന്മാരാൽ നിറയപ്പെട്ട സഭ, പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ,
പൗലോസിൽ നിന്ന് വചനം പഠിച്ച ഏറ്റെടുത്ത സഭ, ജ്ഞാനത്തിൽ സമ്പന്നരായിരുന്ന ആ സഭ, പ്രിയമുള്ള ദൈവമക്കളെ, അവിടെ എന്താ വിഷയമെന്ന് ചോദിച്ചാൽ, പൗലോസ് ഇവിടെ പറയുന്നു നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയമെന്ന് പറയുന്നത് പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ഇന്ന് പകലിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, എത്ര കൃപാവര പ്രാപ്തരാൽ നിറയപ്പെട്ട സഭയായിരുന്നാലും, എത്ര കൃപാവര പ്രാപ്തരാൽ നിറയപ്പെട്ടവരാൽ ഉള്ള സഭകളായിരുന്നാലും, പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലേഖനത്തിലൂടെ പൗലോസ് വർത്തമാനകാല ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തെയും വളരെ സ്പഷ്ടമായി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളാൻ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അനേക ഭക്തന്മാർ വീണുപോയ ഒരു പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്, പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് പകലിൽ നാം ഓർത്തിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ കൊരിന്തിലെ വിശ്വാസികൾ അവർ ജീവിതത്തെ, ആത്മീക ജീവിതത്തെ അവർ വൈകാരിക തലത്തിൽ കണ്ടവരായിരുന്നു. എന്നാൽ ഈ ആത്മീക ജീവിതത്തെ പ്രായോഗിക തലത്തിൽ നാം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കാണുവാനും ആ പ്രായോഗിക ജീവിതത്തിൽ അന്തർലീനമായി നമുക്ക് മുൻപോട്ട് പോകുവാനും കഴിയുക. ഒരിക്കലും ആത്മീക ജീവിതത്തെ വൈകാരികമായ തലത്തിലോ വൈകാരികമായ മണ്ഡലത്തിലോ നാം കാണുവാൻ ഇടയായി തീരരുത്. നാം 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ 13:5 നാം വായിക്കുമ്പോൾ അവിടെ സ്പഷ്ടമായി കാണുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം എന്ന ഈ ഒരു പദം നാം ദൈവവചനത്തിലൂടെ നിങ്ങൾ പഠിച്ച പുതിയ നിയമ ഭാഗത്ത് തന്നെ ഈ വിശ്വാസം എന്ന പദത്തെ വിവിധ തലങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നതായി, വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. വിശ്വാസം ഒരു വരമാണെന്നും, വിശ്വാസം ഒരു ആയുധമാണെന്നും, അതുപോലെ തന്നെ വിശ്വാസം ഒരു വ്യവസ്ഥയാണെന്നും ഒക്കെ നാം ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. അതിന്റെ ഒന്നും തന്നെ വിവരണത്തിലേക്ക് ഞാൻ കടന്നു പോകുവാനായി താല്പര്യപ്പെടുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലിൽ ഈ വിഷയത്തിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രത്യേകാൽ ഉപവാസത്തോടുകൂടി നിങ്ങളായിരിക്കുമ്പോൾ നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടയായി തീരാൻ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ബുദ്ധിപരമായ വിശ്വാസമല്ല, മറിച്ച് അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ അനുഭവങ്ങളിലൂടെ, പ്രായോഗിക ജീവിതത്തിലൂടെ ഉള്ള അനുഭവമാണ് പ്രിയമുള്ളവരെ പ്രധാനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ
വിശ്വാസം എന്നത് പ്രായോഗികമായ ജീവിത അനുഭവങ്ങളിൽ കൂടി അത് വെളിപ്പെട്ടു വരേണ്ടുന്നതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് ഒന്ന് പറയുവാനായി താല്പര്യപ്പെടുകയാണ്. ഒരിക്കൽ റായ്പൂരിൽ നിന്ന്, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് ജഗദൽപൂരിലേക്കുള്ള ഹൈവേയിൽ, പ്രിയമുള്ളവരെ, ഞാൻ റായ്പൂരിൽ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം ജഗദൽപൂരിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ഒരു ഗ്രാമത്തിൽ, പ്രിയമുള്ളവരെ, 3 ദിവസത്തെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അവിടെ ഇറങ്ങുവാനിടയായി. ആദ്യ 2 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. 3-ാമത്തെ ദിവസം കൺവെൻഷൻ വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വലിയ ജനക്കൂട്ടം, പ്രാർത്ഥനയ്ക്കായി ജനങ്ങൾ വരിവരിയായി നിൽക്കുകയാണ്. അവരുടെയൊക്കെ ആ ജീവിതത്തിന്റെ ആ ഒരു അവർ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ദൈവദാസന്മാർ അവരുടെ തലയിൽ കൈതൊട്ട് പ്രാർത്ഥിക്കുക. അത് രാത്രി 10 മണിയായാലും രാത്രി 12 മണിയോടുകൂടിയാണ് വചന ശുശ്രൂഷ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഏകദേശം രാത്രി 1 മണിയായി, 2 മണിയായി, ആൾക്കാർ തിങ്ങി നിറഞ്ഞ് വരിവരിയായി നിൽക്കുകയാണ് പ്രാർത്ഥിപ്പാനായി. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരിയും തന്റെ 3 പെൺകുഞ്ഞുങ്ങൾ അവിടെ മാറി ചെയറിൽ ഇരിക്കുന്നതായി കാണുവാനിടയായി. പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ അടുത്ത് നിന്ന ദൈവദാസനോട് ഞാൻ പറഞ്ഞു, അയ്യോ, ആ പ്രിയപ്പെട്ടവർ ആരംഭത്തിൽ മുതൽ അവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യമാകുന്നുവെങ്കിൽ അവരെ വിളിച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിച്ച് അവരെ അയക്കാം. കാരണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ ഈ രാത്രിയിൽ പോകേണ്ടുന്നതല്ല. പ്രിയമുള്ള ദൈവമക്കളെ, ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം അവിടെ പ്രാദേശിക തലത്തിൽ വേല ചെയ്യുന്ന ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, അവർ പ്രാർത്ഥിപ്പാനായിട്ട് ഇരിക്കുകയല്ല, അവരുടെ സാക്ഷ്യം പാസ്റ്ററോട് പറയുവാനായി ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഗ്രാമത്തിൽ ആ സഹോദരി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. അതിന്റെ അനന്തര ഫലമായി ആ ഗ്രാമത്തിലെ പഞ്ച് കൂടി ആ 2-3 ഗ്രാമത്തിൽ ഉള്ള എല്ലാവരും കൂടി ആ പഞ്ചിന്റെ മുൻപാകെ ഈ സഹോദരിയെ നിർത്തുവാനിടയായി. അവളുടെ ഭർത്താവും ആ പഞ്ചിലും. അവളോട് പറഞ്ഞു, ഈ വിശ്വാസം നീ ത്യജിച്ച് പറയണം. അവൾ പറഞ്ഞു, സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതിന്റെ അനന്തര ഫലമായി സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, ആ സഹോദരിയുടെ തലമുടിയിൽ വലിച്ചിഴച്ച്, തെരുവിലൂടെ വലിച്ചിഴച്ച് ആ സഹോദരിയെയും അവരുടെ 3 കുഞ്ഞുങ്ങളെയും ആ ഹൈവേയുടെ സൈഡിൽ കൊണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി അവർ തള്ളിക്കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവിടെയുള്ള ചില സഹോദരങ്ങൾ അവിടെ പുറംപോക്കിൽ ഈ ഹൈവേയുടെ സൈഡിൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് മറച്ച് ഒരു ചെറിയ കുടിൽ പോലെ ഉണ്ടാക്കി ഈ സഹോദരിക്കും ഈ 3 പെൺകുഞ്ഞുങ്ങൾക്കും താമസിക്കുവാനായി ഒരുക്കി. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ റായ്പൂർ ജഗദൽപൂർ നാഷണൽ ഹൈവേയിൽ രാത്രി സമയങ്ങളിൽ ആയിരക്കണക്കിന് ലോറികളാണ്, ഹെവി ലോറികൾ, ട്രക്കുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കുടിലിൽ ഈ സഹോദരി ഓരോ ദിവസവും കഴിച്ചു കൂട്ടുവാൻ ഇടയായി. എന്നാൽ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം തനിക്ക് ഇടയായി. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സഹോദരി, ഭയം തോന്നിയില്ലേ? ഇന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ കുഞ്ഞുങ്ങളായി, അവരുടെ വിവാഹം കഴിഞ്ഞു. 3 കർത്താവിന്റെ ദാസന്മാർ ആ ഓരോ കുഞ്ഞുങ്ങളെയും വിവാഹം കഴിച്ചു. ഇന്ന് അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഇന്ന് ഇളയ മകളോടൊപ്പം ആ വാത്സല്യമുള്ള മാതാവ് അല്ലെങ്കിൽ ആ സഹോദരി ഇന്ന് റായ്പൂരിൽ താമസിക്കുകയാണ്. എന്നാൽ നീണ്ട വർഷങ്ങളോളം, ഞാൻ ഈ പറയുന്നത് 2005-ലെ ചരിത്രമാണ്.
പ്രിയമുള്ള ദൈവമക്കളെ, അവിടെ ആ സാക്ഷ്യത്തിന്റെ മുൻപാകെ ഞാൻ എന്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകലിൽ നാം വിശ്വാസം 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 എന്നൊക്കെ പറയുമ്പോ പ്രായോഗിക ജീവിതത്തിന്റെ തലത്തിൽ നമ്മളുടെ വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് നാം ശോധന ചെയ്യണം പ്രിയപ്പെട്ടവര്. ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇന്ന് വരെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും നാം നഷ്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ സഹോദരിയുടെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ നാം നമ്മളുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് പ്രായോഗിക ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഒരു സഭയിലെ അംഗങ്ങളാണ് നാം എല്ലാവരും. ഏതെങ്കിലും ഒക്കെ സഭയിലെ അംഗങ്ങളാണ്. നാം രക്ഷിക്കപ്പെട്ടവരാ, നീതീകരണം പ്രാപിച്ചവരാ. രക്ഷയുടെ രണ്ടാം ഘട്ടമായ വിശുദ്ധീകരണത്തിലൂടെ നാം സഞ്ചരിക്കുകയാണ്. എന്തിനാ? രക്ഷയുടെ മൂന്നാം ഘട്ടമായ ആ തേജസ്കരണം പ്രാപിപ്പാൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കൊരിന്ത് സഭയിൽ സംഭവിച്ചത് അവരവരുടെ പ്രായോഗിക ജീവിതത്തിലും അന്യോന്യമുള്ള ബന്ധത്തിലും അവർ വീഴ്ച വരുത്തിയിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണം. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, കൃപാവരങ്ങളിൽ ഒരു കുറവുമില്ലാതിരുന്നിട്ടും ഹല്ലേലൂയ ബന്ധങ്ങളിൽ, ദൈനംദിന ജീവിതത്തിന്റെ പ്രായോഗിക വിശ്വാസ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ കൃപാവരങ്ങൾ വെളിപ്പെട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം നമ്മളുടെ പ്രായോഗിക ജീവിതത്തെ ഒരിക്കലും അലക്ഷ്യമായി കാണരുത് എന്ന് ഈ സന്ധ്യായാമത്തിങ്കൽ പ്രായോഗിക വിശ്വാസ ജീവിതത്തെ, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ഫെയ്ത്ത്, നിങ്ങൾ പ്രിയമുള്ളവരെ ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്നവരായിരിക്കാം, സംശയമില്ല. ഞാൻ ഓർപ്പിച്ചുവല്ലോ, കൊരിന്ത് സഭയ്ക്ക് ഇങ്ങനെയാകാമെങ്കിൽ നാം ഒക്കെ എത്ര മാത്രമെന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ദൈവവചന ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസം എന്നുള്ളത് പല നിലകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ഈ കൊരിന്ത്യ ലേഖനത്തിൽ കൂടെ തന്നെ കടന്നു പോകുമ്പോൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഈ വാക്യമൊക്കെ നിങ്ങൾക്കൊക്കെ കാണാതെ അറിയാവുന്നവരാണ്. അവിടെ ഓർപ്പിക്കും പൗലോസ് എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ ആധാരം ജ്ഞാനമല്ല. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുമ്പോൾ ഗ്രേക്കർ അവർ ജ്ഞാനം അന്വേഷിക്കുകയാണ്. യഹൂദന്മാർക്ക് വിശ്വസിക്കണമെങ്കിൽ അടയാളം ആവശ്യമാണ്. എന്നാൽ ഗ്രേക്കർക്ക് അവർക്ക് വിശ്വസിക്കണമെങ്കിൽ അവർ ജ്ഞാനം, അതായത് തത്വചിന്തകൾ, തത്വജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടായിരുന്നു അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, എന്നാൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്രൂശിക്കപ്പെട്ട യേശുവാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരമെന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളുടെ പൂർവ്വ പിതാക്കന്മാർ, ഞാൻ ഓർപ്പിക്കട്ടെ, അന്നൊന്നും ഇത്രയും വലിയ ദൈവശാസ്ത്രത്തിന്റെ വലിയ ആഴമേറിയ പഠനങ്ങൾ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അവരാരും
ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി BTHO MDO MTHO ഒന്നും എടുത്തവരല്ലായിരുന്നു. ആരെങ്കിലും ഇന്നത്തെ ആ സോക്കോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഒന്നും പഠിച്ചവരുമല്ലായിരുന്നു. അതല്ല എങ്കിൽ ഓൺലൈൻ ബൈബിൾ ക്ലാസ്സുകളിലൂടെ എന്ത് വന്നാലും അത് സ്വീകരിക്കുന്നവരുമല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അവർ ഈ തിരുവചനത്തെ അല്പം മുമ്പ് കർത്താവിന്റെ ദാസൻ പ്രിയ പ്രസാദ് പാസ്റ്ററും നിങ്ങളും എല്ലാവരും ഉയർത്തിപ്പിടിച്ച ഈ വിശുദ്ധ ബൈബിൾ അവർ അവരുടെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നറിയാമോ? പ്രിയമുള്ളവരെ, അവർ വിശ്വാസത്താൽ അവർ വിശ്വസിച്ചതിനെ ഏറ്റെടുക്കുകയും അവരുടെ പ്രായോഗിക ജീവിതത്തിന്റെ അനുഭവത്തിലും അന്യോന്യമുള്ള സ്നേഹ ബന്ധത്തിന്റെ അനുഭവത്തിലും അവർ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ! അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, ഞാൻ പറഞ്ഞുവല്ലോ, അവർക്കാർക്കും ഇത്ര വലിയ ആഴമേറിയ വചനമടങ്ങുമോ ഇന്നത്തെ പോലെയുള്ള വചന വ്യാഖ്യാനമോ അവരാരും മൂലഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ ഇതൊന്നും പഠിച്ചവരായിരുന്നില്ല. എന്നാൽ അവരവരുടെ പ്രായോഗിക ജീവിതത്തിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ അവർ അത് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം ജ്ഞാനമല്ല. കാരണം ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. അനേക പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള തത്വജ്ഞാനികളാൽ നിറയപ്പെട്ട ഒരു പട്ടണമായിരുന്നു അത്. എന്നാൽ പൗലോസ് ശ്ലീഹായ്ക്ക് പറയുവാനുള്ളത്, ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കുന്നതോ പ്രസംഗിക്കുന്നതോ ആ തത്വജ്ഞാനത്തിലല്ല. പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, അല്പം കൂടെ നമ്മൾ ഇതൊന്ന് അറിയണമെങ്കിൽ, പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസ് ശ്ലീഹായുടെ ഒരു പ്രസ്താവനയുണ്ട്. അനവധി കർത്താക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്ക് ഏക കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! പ്രിയമുള്ളവരെ, അന്ന് കൈസർ അവരെ കർത്താവെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ലോർഡ്, ക്യൂറിയോസ്, ഈ പദം നമ്മുടെ കർത്താവിന് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു പദമായിരുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാമായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ സാറ അബ്രഹാമിനെ എങ്ങനെയാ വിളിച്ചതെന്ന്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏക കർത്താവേ ഉള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ്. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഈ സന്ധ്യായാമത്തിങ്കൽ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ അതല്ലെങ്കിൽ ഗ്രേക്കർ അവർ തത്വജ്ഞാനം അന്വേഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്! പ്രിയമുള്ളവരെ, ഈ കൊരിന്ത് സഭയ്ക്ക് അപജയം വരുവാൻ 1, 2, 3, 4, 5 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും തന്നെ ഇന്ന് പകലിൽ ഞാൻ കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഈ കൊരിന്ത് സഭയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ, ഈ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിമിത്തം ഈ സഭ പല കഷ്ണങ്ങളായി പിരിഞ്ഞു പോകാമായി. ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്നത് അതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, നിരവധി പ്രതിസന്ധികൾ ഈ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നിട്ടും ഈ സഭയിൽ ഒരു ഭിന്നിപ്പും നടന്നില്ല. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! അതിന്റെ കാരണം എന്താണെന്നറിയാമോ? വ്യക്തികളാൽ, പ്രിയമുള്ളവരെ, ഈ സഭ നയിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. ഹല്ലേലൂയ! അത് തന്നെയുമല്ല, ഈ കൊരിന്ത് സഭയിലെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഏക ലീഡർഷിപ്പ് ഇതിനില്ലായി.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. എന്നാൽ ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാൻ ഉള്ളത്, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവ വചനത്തിൽ ഈ നാളുകളിൽ വേരൂന്നി നമുക്ക് മുൻപോട്ട് പോകുവാനായി കഴിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനേക സ്ഥലങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുകയും ആ SOC മിഷ്യനോടുള്ള ബന്ധത്തിലും മിഷ്യന്റെ പുറത്തും ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയമുള്ളവരെ, സഭ അത് വിശേഷാൽ ഭാരതത്തിൽ വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രത്യേകാൽ പ്രിയപ്പെട്ടവരെ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് പ്രാധാന്യം കൊടുത്ത് പരസ്പര ബന്ധത്തിൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയണം. കൃപാവരങ്ങളിൽ മാത്രം ഊന്നി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാത്രം ഊന്നി വിശ്വാസ ജീവിത യാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ അത് സംഭവ്യമല്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പകലിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഈ യേശു ക്രിസ്തു എനിക്ക് ആരാണ്? നിങ്ങളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുകയും ആ ഉത്തരം കണ്ട് കിട്ടിയ ശേഷം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കിടക്കയിലേക്ക് ഇന്ന് പോകുവാൻ ഇടയായിത്തീരാം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ യേശു തന്റെ പിന്നാലെ വന്ന ജനത്തോട്, യേശു എവിടെയെല്ലാം ആയിരുന്നുവോ വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ കടന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കലേക്ക് ബഹുപുരുഷാരം, വലിയ പുരുഷാരം കടന്നു ചെന്നപ്പോ ഞാൻ എന്റെ ഭാഷയിൽ അങ്ങ് പറയാം, യേശു അവരോടൊരു കാര്യം പറഞ്ഞു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അപ്പം തരുവാനല്ല, നിങ്ങളുടെ നടുവിൽ എന്തെങ്കിലും അടയാളം കാണിപ്പാനല്ല, എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യുവാനല്ല. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഹല്ലേലൂയ, യേശു പറയുകയാ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോൾ അനേകരെ പിൻവാങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അനേകർ പിൻവാങ്ങിപ്പോയി. അനേകർ എന്നല്ല, 12 പേർ ഒഴിച്ച് എല്ലാവരും പിൻവാങ്ങി പോകുവാൻ ഇടയായി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു എന്ത് പറഞ്ഞു എന്നോ, ദൈവത്തിന്റെ വചനം എന്ത് നമ്മളെ ഓർപ്പിക്കുന്നുവെന്നോ, അത് അതിന്റെ ഉള്ളടക്കത്തിൽ എന്താണ് യേശു ഉന്നയിക്കുന്നതെന്നോ ഇന്നും അനേകർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് അനേകരും ദൈവവചനത്തെ അവരവരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നു. യേശു അന്ന് അവരോട് പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ എല്ലാവരും പിൻവാങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ആദ്യമേ ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുൻപ് ഓർപ്പിച്ചതുപോലെ
ഈ യേശു നിങ്ങൾക്കാരാ? യേശു തന്റെ പിന്നാലെ കൂടി വന്ന ജനത്തോട് പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും വേണം. എന്താ പ്രിയമുള്ളവരെ അവിടെ യേശു പറഞ്ഞത്? He was inviting them for a covenant relationship with him. തന്നോട് കൂടെ ഒരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിപ്പാനാണ് യേശു അവരെ ക്ഷണിച്ചത്. ഞാൻ നിങ്ങളും നിങ്ങൾ എന്നിലും. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിർബന്ധിച്ചില്ല നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, നിങ്ങൾക്കും പോകുവാൻ മനസ്സാണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കും പോകുവാൻ മനസ്സാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, അതായത് മൗനമായി അവിടെ പറയുന്നത് നിങ്ങൾക്കും പോകാം. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത്, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകുവാനാ കർത്താവേ? നിന്റെ പക്കലല്ലോ ജീവന്റെ മൊഴികളുള്ളത്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങൾ ഒരു കാര്യം നന്നായി ഓർക്കുക. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ ശാശ്വത ഭവനമാണ്, നമ്മളുടെ നിത്യഭവനമാണ്. ആ ശാശ്വത ഭവനത്തിലേക്ക്, ആ നിത്യഭവനത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നാമെന്ന് നാം മറന്നു പോകരുത്. ഈ യാത്രയിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മളുടെ പരസ്പരമായ ബന്ധത്തിൽ യേശു എന്നിലും ഞാൻ യേശുവിലുമായിരിക്കാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അതുപോലെ തന്നെ കൈസരിയയുടെ ഫിലിപ്പിയിൽ നിന്നുകൊണ്ട് യേശു ഒരു ചോദ്യം ചോദിച്ചു. ഈ ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഈ ജനത്തിന്, അവിടെയുള്ള ജനത്തിന് പലതും യേശുവിനെ കുറിച്ച് പറയുവാനുണ്ടായി. എന്നാൽ ഞാൻ ഇന്ന് ഓർപ്പിക്കട്ടെ, ജനം എന്തു പറയുന്നു എന്നല്ല, നാം എന്ത് യേശുവിനെ കുറിച്ച് പറയുന്നു, നാം എന്ത് യേശുവിനെ കുറിച്ച് അറിയുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതോ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? പ്രിയമുള്ള ദൈവമക്കളെ, അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, മറ്റാരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? നീ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ആഴമേറിയ വെളിപ്പാട് അവർക്ക് ലഭിക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. കാരണം ആ ആഴമേറിയ വെളിപ്പാട് നാം പ്രാപിക്കുമ്പോൾ മാത്രമേ ദൈവം ആഴമേറിയ വിഷയങ്ങളുടെ മേൽ വെളിപ്പാടുകൾ നമുക്ക് ദൈവം നൽകി തരികയും. ഹല്ലേലൂയ. യേശുവിനെ പലരും പല രീതിയിലാണ് പ്രിയപ്പെട്ടവരെ അറിയുന്നത്. അന്നും അങ്ങനെയാ അറിഞ്ഞത് യേശുവിനെ. ഇവൻ ഭൂതങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്നു, ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ നസ്രേത്തുകാരനാണ്. അങ്ങനൊക്കെ പല നിലകളിലാണ് യേശുവിനെ കുറിച്ച് ജനം അറിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഈ സന്ധ്യായാമത്തിൽ നാം എങ്ങനെ യേശുവിനെ അറിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിൽ നിലനിൽപ്പി. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു, പൗലോസ്ലീഹ ആ വിശ്വാസം എന്ന പദവും ആ പ്രയോഗവും അവിടെ നടത്തിയിരിക്കുന്നു. പ്രായോഗിക ജീവിതത്തിന്റെ അനുഭവത്തോടുകൂടെയുള്ള ബന്ധത്തിലാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ആർക്കും ദൈവവചനത്തിന്റെ ഒരു കുറവും ഈ നാളുകളിൽ ഇല്ല. അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ അനേക ദൈവദാസന്മാരുടെ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു വിത്ത് പോലും പാറസ്ഥലത്ത് വീഴുവാനോ മുള്ളിനിടയിൽ വീഴുവാനോ വഴിയരികിൽ വീഴുവാനോ ഇടയാകും. നല്ല നിലത്ത് വീഴുവാൻ. ഹല്ലേലൂയ. പാറസ്ഥലത്ത് വീണ് അത് വേരില്ലായികയാൽ എന്ന മത്തായി എഴുതിയ സുവിശേഷത്തിൽ
സുവിശേഷ ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാളുകളിൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക്, അതല്ലെങ്കിൽ വിതയ്ക്കപ്പെട്ട വിത്തുകളുടെ വചനത്തിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഇമോഷണൽ, വൈകാരികമായ ക്രിസ്തീയ ജീവിതമല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം പ്രായോഗിക ജീവിതത്തിന്റെ അനുഭവങ്ങളും പ്രായോഗിക ജീവിത വിശ്വാസത്തിന്റെ അനുഭവങ്ങളും അന്യോന്യമുള്ള ബന്ധത്തിലുള്ള വിശ്വാസത്തിലുള്ള വിഷയങ്ങളുമാണ് പ്രിയമുള്ളവരെ നമ്മളെ ഈ നാളുകളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ മുൻപോട്ട് നയിക്കേണ്ടത്. ഒന്നുകൂടി ഓർപ്പിക്കുന്നു, കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരായി. ഒന്നുകൂടി ഓർപ്പിക്കുന്നു, പ്രവാചകന്മാരാൽ നിറയപ്പെട്ട സഭയായി. ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ദാർശനികന്മാർ ഉള്ള സഭയായി, വചന പരിജ്ഞാനമുള്ളവരായി, വചനത്തിന്റെ ജ്ഞാനത്തിൽ നിന്നവരായി. പ്രിയമുള്ളവരെ, യമിനൻ പറുഷ്യ കർത്താവുടൻ വരുമെന്ന് വിശ്വസിച്ചവരായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അവരുടെ അനുഭവം എന്തായി തീർന്നു എന്നുള്ളത് നമ്മളുടെ ആത്മീക ജീവിതത്തിൽ നമുക്കൊരു ദിശാ സൂചികയായി ഇരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ജീവിതത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക ഉണർവ് സംഭവിപ്പാൻ, വ്യക്തികളിൽ ഉണർവുണ്ടാകുമ്പോൾ അത് സഭയിലുണ്ടാകുവാനും, അത് സഭയിലുണ്ടാകുമ്പോൾ അത് ദേശത്തിലേക്ക് വ്യാപിക്കുവാനും അത് ഇടയായി. ഈ ഉപവാസ പ്രാർത്ഥനകളുടെ നാളുകളിൽ റിജോയ്സ് മിനിസ്ട്രീസിലുള്ള ഓരോ പ്രിയപ്പെട്ടവരും വ്യക്തികളായി, കുടുംബമായി ഒന്ന് ഉണർത്തപ്പെടുവാൻ, ഒരു ഉണർവിന്റെ മുന്നേറ്റം റിജോയ്സിൽ നിന്ന് കുറിക്കപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്നേഹത്തിനായി വളരെ നന്ദി. ഇന്ന് പകലിൽ ശുശ്രൂഷയ്ക്കായി അവസരം ഒരുക്കി തന്നതിന് കർത്താവിന്റെ ദാസനോടുള്ള, സഭയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുടർന്നും ഞങ്ങളെ കുടുംബമായും SOC മിഷനെയും മിഷണറി സമൂഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, പ്രത്യേക നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.